ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പച്ചക്കറികളൊക്കെ നിറയെ ഉള്ള ഒരു പറാത്ത റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുക്കാനും നല്ലൊരു ഐറ്റമാണിത്. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്, ഗോതമ്പ് പൊടി. അതിലേക്ക് 1/2 സവാള അരിഞ്ഞതുകൂടി ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അതേപോലെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതേപോലെ 1 ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 1 പച്ചമുളക് കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ അതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത്, പച്ചക്കറിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക, അധികം ലൂസായി പോകരുത്. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് പൊടിയിൽ മുക്കിയെടുത്തതിന് ശേഷം മാത്രം പരത്തുക, ഇല്ലെങ്കിൽ നമ്മുടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അധികം നേരിയ ചപ്പാത്തി പോലെ ആക്കണ്ട. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഒരു ടിഫിൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഇതാണ്. അത് മാത്രമല്ല അത് ഹെൽത്തിയുമാണ്. ഇതിൽ നമ്മളെല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കുമാണ്. വൈകുന്നേരങ്ങളിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം പൊടി ചേർത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതാകുമ്പോൾ നമ്മൾ ആലു പൊറോട്ട പോലെയൊന്നും അധികം ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചക്കറികൾ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കൊരു ചൂടായ കല്ലിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഓയിലിന് പകരം ഗീയോ ബട്ടറോ ചേർക്കുന്നതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ ഗീയോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും തന്നെ കുക്ക് ചെയ്തതല്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം സമയമെടുത്തിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയാണിത്, വളരെ സിമ്പിളുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ദിവസവും നമ്മൾ ദോശയും ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വെറൈറ്റിയാണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ. കുട്ടികൾക്കും അതിൻ്റെ ആ ഒരു കളറും ഒരു ടേസ്റ്റും ഒക്കെ ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലതാണ്. എല്ലാ വെജിറ്റബിൾസും അടങ്ങിയ ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്.
രണ്ട് വശവും നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. വേണമെങ്കിൽ തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഗോബി പൊറോട്ടയും ആലു പൊറോട്ടയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷെ ഇത് പ്ലെയിനായിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.